ഇയാൾ ഒരു അസാസിനാണ്. തന്റെ കൈ ഒടിഞ്ഞതായി ഭാവിച്ച് അയാൾ അതിലൊരു കണ്ണൊളിപ്പിച്ചു വെച്ചു. ഈ ബിസിനസ്മാനെ കൊല്ലാനായി പോകുമ്പോൾ വേറെ ഒരു അസാസിൻ അയാളെ ദൂരെ നിന്നും സ്നൈപ്പർ ഉപയോഗിച്ച് കൊല്ലുന്നു. നമ്മുടെ നായകൻ അയാളുടെ പുറകെ പോയി ഷൂട്ട് ചെയ്യുന്നു. അയാൾ ഒരു കല്ലറയുടെ പുറകിൽ ഒളിക്കുന്നു. അപ്പോഴേക്കും പോലീസ് എത്തുന്നു, അയാളെ പിടിക്കുന്നു. നമ്മുടെ നായകൻ അവരെ ഫോളോ ചെയ്യുന്നു. പോലീസുകാരൻ വെച്ച് അയാൾ തന്റെ തള്ളവിരൽ ഡിസ്ലൊക്കേറ്റ് ചെയ്ത് വിലങ്ങഴിക്കുന്നു. പോലീസുകാരന്റെ ഗ്ലാസ് പൊട്ടിച്ച് മുൻപിലുള്ള പോലീസുകാരനെ കൊല്ലുന്നു. കാർ മറിയുന്നു. അസാസിൻ അതിൽ നിന്നും രക്ഷപ്പെടുന്നു. പോലീസുകാരന് പുറകെ വന്ന അയാൾ നോക്കുമ്പോൾ അതിൽ അസാസിൻ ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നും അയാളുടെ വിലങ്ങ് മാത്രം കിട്ടുന്നു. അയാൾ അസാസിനെ തേടി ഇറങ്ങുന്നു. ഒരു ടാക്സി ഡ്രൈവറിനെ അടിച്ച് ബോധം കെടുത്തി ടാക്സി എടുക്കുന്നു. അയാൾ ഒരു ടാക്സി ഡ്രൈവറായി മാറുന്നു. അസാസിൻ അയാളുടെ അതേ ടാക്സിയിൽ കയറുന്നു. എയർപോർട്ടിലേക്ക് പോകാൻ പറഞ്ഞ ടാക്സി വേറെ വഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി തന്നെ ട്രാപ്പ് ചെയ്തു. അവർ ഒരേപോലെ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാൻ പോകുന്നു. പക്ഷേ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് അവരുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അസാസിൻ തന്റെ ഗണ്ണെടുത്ത് റോഡ് സൈഡ് കളിച്ചുകൊണ്ടിരുന്ന കുറച്ച് പയ്യന്മാരുടെ കുരുക്കോ വെടിവെച്ചു. ആ പയ്യന്മാരുടെ നേരെ ഗൺ പോയിന്റ് ചെയ്ത് വണ്ടിയെടുത്തില്ലെങ്കിൽ അവരെ കൊല്ലുമെന്ന് പറയുന്നു. അയാൾ വണ്ടിയെടുക്കുന്നു. പെട്ടെന്ന് അസാസിൻ സൈഡ് ഗ്ലാസ് പൊട്ടിച്ച് അയാളെ വെടിവെക്കുന്നു. പക്ഷേ കൊള്ളുന്നില്ല. അവസരം മുതലാക്കി അയാൾ മുൻപിൽ കണ്ട ബസിന്റെ സൈഡ് ചേർത്ത് കാർ എടുത്തു. അസാസിൻ കാറിനും ബസിനും ഇടയിലായി പോകുന്നു. അയാളുടെ സ്നൈപ്പർ ഗൺ റോഡിൽ വീണു.